നമസ്കാരം. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയതിന് പോലീസിന് ഷോക്കോസ് നോട്ടീസ്. തൃശൂരിലെ KSU നേതാക്കളെയാണ് വടക്കാഞ്ചേരി പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയത്. വടക്കാഞ്ചേരി SHO ഷാജഹാനാണ് ഷോക്കേസ് നൽകിയത്. സംഭവത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു. മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കോടതിയിലേക്ക് കറുത്ത മുഖംമൂടി വെച്ച് മുഖം മറച്ചുകൊണ്ടുവന്നത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം KK എന്നിവരെയാണ് മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിലെത്തിച്ചത്. വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവിലങ്ങും അണിയിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്ന് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചു. അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കോടതി വടക്കാഞ്ചേരി SI ഹുസൈനാരോട് വിശദീകരണം തേടിയത്. തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ പരാതിക്കാർ FIRൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നതിനാൽ എന്ത് തിരിച്ചറിയലാണ് നടത്താനുള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാനായില്ല. തിങ്കളാഴ്ച SHO നേരിട്ട് കോടതിയിലെത്തി വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു. സംഭവത്തിൽ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ നേതാക്കളെ ഭീകരരെ പോലെ കോടതിയിലെത്തിച്ചത് എന്തിനാണെന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിച്ചു. പേപ്പട്ടിയെ പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പേപ്പട്ടിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. SHOയുടെ നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് ചെയ്യാനും ഷോക്കോസ് നോട്ടീസ് നൽകാനും കോടതി നിർദ്ദേശം നൽകി. KSU പ്രവർത്തകരായ ഗണേഷ് ആറ്റൂർ, അല്ലമീൻ, അസ്ലം എന്നിവരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിലെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിലെത്തിച്ച നടപടിക്കെതിരെ കോൺഗ്രസ് തിങ്കളാഴ്ച വടക്കാഞ്ചേരി സ്റ്റേഷനിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം വിഷയത്തിൽ അതിരൂക്ഷ വിമർശനവുമായി KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും ഷാഫി പറമ്പിൽ MPയും രാഹുൽ മാങ്കുടത്തിൽ MLAയും രംഗത്ത് വന്നു. അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം ഇങ്ങനെ: 100% ഇന്ന് കേരളത്തിൽ അത്രയും ആഴത്തിലുള്ള പോലീസ് രാജാണ്. പിണറായി വിജയന്റെ ഫാസിസ്റ്റ് സർക്കാരിന്റെ ഉപകരണമാണ് പോലീസ്. കഴിഞ്ഞ ആഴ്ചയാണ് കുന്നംകുളം സ്റ്റേഷനിൽ കേരള പോലീസ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. അന്ന് കുന്നംകുളം SHO ഷാജഹാൻ എന്ന നരാധമനായിരുന്നു. ഈ ചിത്രത്തിലുള്ളത് ഇന്ന് വടക്കാഞ്ചേരിയിൽ കസ്റ്റഡിയിലെടുത്ത KSU പ്രവർത്തകരായ ഗണേഷിനെയും അല്ലമീനെയും അസ്ലമിനെയും കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച് കൈകളിൽ വിലങ്ങണിയിച്ച് കോടതിയിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഷാജഹാൻ എന്ന അതേ കേരള പോലീസ് ക്രിമിനൽ തന്നെയാണ് ഇതിൻ്റെയും സൂത്രധാരൻ. ഷാജഹാൻ ഒരു പേരല്ല, അനേകം ഷാജഹാൻമാർ കേരളത്തിലുണ്ട്. സർക്കാരിൻ്റെ പിന്തുണ ഒന്ന് മാത്രമാണ് ഈ ചെയ്തികളുടെയൊക്കെ ചെയ്തോ വികാരം. ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ലെന്ന അഹങ്കാരം. ഈ യുവാക്കൾ തീവ്രവാദികളോ കൊടും കുറ്റവാളികളോ തലയ്ക്ക് ഇനാം കെട്ടിയവരോ അല്ല. ജനാധിപത്യപരമായി പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ഉണ്ടായ സംഘർഷത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കോളേജ് വിദ്യാർത്ഥികളാണ്. ഇവരുടെ പേരിൽ എഴുതി ചേർത്തിട്ടുള്ള വകുപ്പുകളും പോലീസ് രാഷ്ട്രീയ ബുദ്ധിയോടെ എഴുതി ചേർത്തവയാണ്. പ്രതിപക്ഷ സംഘടനകളെയും എതിർ ശബ്ദങ്ങളെയും യാതൊരുവിധ ജനാധിപത്യ ദീക്ഷയും ഇല്ലാത്ത കൈകാര്യം ചെയ്യുവാനാണ് കേരള പോലീസ് തീരുമാനിക്കുന്നതെങ്കിൽ കാഴ്ചക്കാരാകാനല്ല KSUവിൻ്റെ തീരുമാനമെന്ന് ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന പകയുടെയും അഹങ്കാരത്തിൻ്റെയും അധികാര ഗർവിൻ്റെയും തമ്പുരാൻ പോലീസ് മന്ത്രി വിജയനോട് KSU ഒരു തരി ബഹുമാനമില്ലാതെ ഓർമ്മിപ്പിക്കുകയാണ്. പകരം ചോദിക്കും. ഇതിനൊക്കെ കണക്ക് പറഞ്ഞ് പകരം ചോദിക്കും. കാക്കി ഇട്ടവരും ചെങ്കളസം ഇട്ടവരും ഓർത്തോളൂ എന്നാണ് അലോഷ്യസ് സേവ്യറിൻ്റെ കുറിപ്പ്. അതേസമയം ഷാഫി പറമ്പിലിൻ്റെ കുറിപ്പ് ഇങ്ങനെ: കൊടിസുനിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് സാന്നിധ്യത്തിൽ മദ്യവും ചിക്കനും. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർക്ക് കയ്യാമവും മുഖം മറയ്ക്കാൻ കറുത്ത തുണിയും. സുജിത്തിന് നേരെ ക്രൂരമർദ്ദനമേറ്റ സ്റ്റേഷനിലെ SHO ആയിരുന്നു ഷാജഹാന്റെ നേതൃത്വത്തിലാണ് ഈ രാഷ്ട്രീയ പകപോക്കൽ. പോലീസിനോട്, ആഭ്യന്തര വകുപ്പിനോട്, അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയോട് അവർ തീവ്രവാദികളല്ല, രാജ്യദ്രോഹികളല്ല, കൊലപാതകികളുമല്ല, KSUക്കാരാണ്. അത് മറന്നവരെ ഞങ്ങൾ മറക്കില്ല, ഉത്തരവാദികളെ ജനങ്ങൾ മറക്കില്ല എന്നാണ് ഷാഫിയുടെ കുറിപ്പ്. അതേസമയം സല്യൂട്ട് തരുന്ന പദവികൾ അവർക്ക് തിരിച്ചെടുക്കാൻ അധികം ആലോചനകൾ വേണ്ടിവരില്ലെന്നാണ് രാഹുൽ മാങ്കുടത്തിലും പ്രതികരിച്ചത്.